ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ UPSC ഇൻ്റർവ്യൂ സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്താണ്, അതിൻ്റെ വിവിധ ടൈപ്സ് ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതിൻ്റെ മലയാളം വേർഡ് എന്ന് പറയുന്നത് സവിശേഷ വിദ്യാഭ്യാസം എന്നാണ്. സവിശേഷ വിദ്യാഭ്യാസം. ഇനി എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് നോക്കാം. പരിമിതിയുടെ തീവ്രതയും തോതും അനുസരിച്ച് ഓരോ കുട്ടിക്കും അവൻ്റെ സവിശേഷ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കനുസരിച്ച് നൽകുന്ന വിദ്യാഭ്യാസമാണ് സവിശേഷ വിദ്യാഭ്യാസം, അല്ലേ? ഓരോ കുട്ടിയുടെയും പരിമിതിയും അതിൻ്റെ തോതും കണക്കിലെടുത്തുകൊണ്ട് അവന് ആവശ്യമായ രീതിയിൽ നൽകുന്ന വിദ്യാഭ്യാസമാണ് സവിശേഷ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് സവിശേഷ വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ ഇപ്രകാരം പറഞ്ഞാൽ മതി. പരിമിതിയുടെയും തീവ്രതയുടെയും തോതനുസരിച്ച് ഓരോ കുട്ടിക്കും അവൻ്റെ സവിശേഷ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കനുസരിച്ച് നൽകുന്ന വിദ്യാഭ്യാസമാണ് സവിശേഷ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വിവിധ ടൈപ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് റെസിഡൻഷ്യൽ സ്കൂൾസ്. റെസിഡൻഷ്യൽ സ്കൂൾസ് എന്താണ്? റെസിഡൻഷ്യൽ സ്കൂൾസ് 24 മണിക്കൂറും വീട്ടിൽ നിന്നും മാറി താമസവും പരിശീലനവും നൽകാൻ സജ്ജീകരിച്ച സ്ഥാപനങ്ങളാണ് റെസിഡൻഷ്യൽ സ്കൂൾ. ഇവിടെ വിദ്യാഭ്യാസത്തെക്കാൾ സംരക്ഷണവും ജീവിത നൈപുണ്യ പരിശീലനവുമാണ് നൽകുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ വരുന്നതാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്കൂളിൽ തന്നെ താമസിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? ഡെയിലി വീട്ടിൽ പോയി വരുന്നില്ല, അവിടെ താമസിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഇവിടെ വിദ്യാഭ്യാസത്തെക്കാൾ അവർ സംരക്ഷണത്തിനും അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ജീവിത നൈപുണ്യ പരിശീലനം, നമ്മുടെ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് കൂടുതലും അവർ എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഒന്നാമത്തേതാണ് റെസിഡൻഷ്യൽ സ്കൂൾസ്. നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ്? അവിടെ തങ്ങുന്നു, അല്ലേ? അവിടെ താമസിക്കുകയാണ് റെസിഡൻഷ്യൽ സ്കൂളിൽ ചെയ്യുന്നത്. വിദ്യാഭ്യാസത്തെക്കാളും കൂടുതൽ പ്രാധാന്യം എന്താണ്? ലൈഫ് സ്കിൽസിനും അതുപോലെ ജീവിത സുരക്ഷയ്ക്കുമൊക്കെ നൽകുന്ന ഒരു സ്ഥാപനമാണ് റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ, ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം എന്താണ്? ദീർഘകാല ചികിത്സ ആവശ്യമുള്ളതിനാലോ തീവ്രമായ ചലന പ്രശ്നമുള്ളതിനാലോ സ്കൂളിൽ പോകാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർക്ക് വീട്ടിൽ വെച്ച് വിദ്യാഭ്യാസം നൽകുന്ന രീതിയാണിത്. റിസോഴ്സ് അധ്യാപകരോ മറ്റു സ്പെഷ്യലിസ്റ്റുകളോ വീട്ടിൽ ചെന്നാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത്. അപ്പം എന്താണ്? ദീർഘകാല ചികിത്സ, അല്ലെ? കിടപ്പ് രോഗികളായ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ചലനശേഷി കുറഞ്ഞ കുഞ്ഞുങ്ങളോ ഇവരൊക്കെ എന്താണ്? വീട്ടിൽ നിന്നും പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങളിലുള്ള കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്? വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്നതാണ് ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇവരെ റിസോഴ്സ് ടീച്ചേഴ്സോ മറ്റ് സ്പെഷ്യലിസ്റ്റുകളോ എന്ത് ചെയ്യും? വീട്ടിൽ ചെന്നാണ് പരിശീലിപ്പിക്കുന്നത്. അപ്പം ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം എന്താണ്? ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ. ദീർഘകാല ചികിത്സ ആവശ്യമുള്ളവരോ തീവ്രമായ ചലന പ്രശ്നമുള്ളതിനാലോ പുറത്തിറങ്ങാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ റിസോഴ്സ് ടീച്ചേഴ്സോ മറ്റ് ഫാക്കൽറ്റീസോ വന്ന് വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്നതാണ് ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്പെഷ്യൽ ഡേ സ്കൂൾസ്. സ്പെഷ്യൽ ഡേ സ്കൂൾസ് ഒരേ തരം പരിമിതിയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പരിരക്ഷയും പരിശീലനവും പകൽ മാത്രം നൽകുന്ന സ്ഥാപനമാണ്, അല്ലേ? നമ്മുടെ ഡേ സമയത്ത് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് സ്പെഷ്യൽ ഡേ സ്കൂൾസ്. ഇവിടെ എന്താണ്? ഒരേ തരത്തിലുള്ള വൈകല്യം നേരിടുന്നവരെ ആയിരിക്കും അവരെന്ത് ചെയ്യുക? അവിടെ പരിശീലിപ്പിക്കുക. സ്ഥാപനത്തിൻ്റെ വാഹനത്തിൽ കുട്ടിയെ സ്കൂളിലും തിരികെ വീട്ടിലുമൊക്കെ എത്തിക്കുന്നു. നമ്മുടെ ബഡ് സ്കൂളുകളൊക്കെ ഇല്ലേ, നമ്മൾ വണ്ടികളൊക്കെ പോകുന്നത് കാണാം, നിഷിൻ്റെ ഒക്കെ. അപ്പോൾ എന്താണ്? ഒരേ തരം പരിമിതിയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പരിരക്ഷയും പരിശീലനവും പകൽ മാത്രം നൽകുന്ന സ്ഥാപനം, അവിടെ ഓർത്തിരിക്കുക, പകൽ മാത്രം നൽകുന്ന സ്ഥാപനമാണ് സ്പെഷ്യൽ ഡേ സ്കൂൾസ് എന്ന് പറയുന്നത്. സ്ഥാപനത്തിൻ്റെ വാഹനത്തിൽ തന്നെ ഇവരെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും അതുപോലെ സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. അടുത്തെന്താണ്? പൊതുവിദ്യാലയത്തിലെ സ്പെഷ്യൽ ക്ലാസ് മുറിയിലുള്ള പഠനം, അല്ലേ? പൊതുവിദ്യാലയങ്ങളിൽ എന്ത് ചെയ്യും? ഇവരെല്ലാവരെയും പൊതുവിദ്യാലയത്തിലായിരിക്കും പഠിക്കുന്നത്. പക്ഷേ ഇവർക്ക് എന്താണ്? സ്പെഷ്യൽ ക്ലാസ് റൂംസ് ഉണ്ടായിരിക്കും. സ്പെഷ്യൽ ക്ലാസ് റൂമുകളിലായിരിക്കും ഇവരുടെ പഠനം എന്ത് ചെയ്യുന്നത്? ക്രമീകരിക്കുന്നത്. അതുപോലെ സഞ്ചരിക്കുന്ന അധ്യാപികയുടെ സേവനം, ഐറ്റിനറേറ്റഡ് ടീച്ചർ എന്താണ്? സഞ്ചരിക്കുന്ന അധ്യാപികയുടെ സേവനത്തിലൂടെയും നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നൽകാനായിട്ട് കഴിയും. ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്?
പഠിപ്പിക്കുന്നുണ്ടല്ലേ, പല വീടുകൾ തോറും പോയി പഠിപ്പിക്കുകയോ അങ്ങനെ കുട്ടികളുടെ പരിമിതികളുടെ തീവ്രത മനസ്സിലാക്കി ടീച്ചർ തന്നെ വീടുകളിലൊക്കെ ചെന്ന് പഠിപ്പിക്കുന്നതാണ് സഞ്ചരിക്കുന്ന അധ്യാപികയുടെ സേവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ? കുഞ്ഞിൻ്റെ പരിമിതിയും തീവ്രതയും കണക്കിലെടുത്തുകൊണ്ട് അവൻ്റെ ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം അവന് നൽകുന്ന വിദ്യാഭ്യാസ പ്രക്രിയയാണ് സവിശേഷ വിദ്യാഭ്യാസത്തിലൂടെ ഊന്നൽ നൽകുന്നത്. ഉദാഹരണം, റെസിഡൻഷ്യൽ സ്കൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾ 24 മണിക്കൂറും സ്കൂളിൽ തന്നെ താമസിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. അവരുടെ സുരക്ഷയ്ക്കും അതുപോലെ ലൈഫ് സ്കിൽസ് ഡെവലപ്മെൻറ്റിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ദീർഘകാല ചികിത്സയോ അല്ലെങ്കിൽ മോട്ടോർ ഡിസബിലിറ്റി, ചലന പ്രശ്നമോ ഒക്കെയുള്ള കുട്ടികൾക്ക് റിസോഴ്സ് ടീച്ചേഴ്സോ മറ്റ് ഫാക്കൽറ്റീസോ വീട്ടിൽ പോയി എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസം നൽകുന്നതാണ് ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ. ദെൻ സ്പെഷ്യൽ ഡേ സ്കൂൾസ് എന്ന് പറയുന്നത് ഈ പരിമിതിയുള്ള കുഞ്ഞുങ്ങളെ പകൽ സമയത്ത് കെയർ ചെയ്യുന്ന സ്കൂളുകളാണ് സ്പെഷ്യൽ ഡേ സ്കൂൾസ്. അതുപോലെ പൊതുവിദ്യാലയങ്ങളിൽ തന്നെയുള്ള സ്പെഷ്യൽ ക്ലാസ് മുറിയിലെ പഠനം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉദാഹരണമാണ്. അതുപോലെ സഞ്ചരിക്കുന്ന അധ്യാപികയുടെ സേവനം. ഇനി പ്രത്യേക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇവലിൻ ഡെനോയുടെ ഒരു ഗ്രാഫ് ഘടനയുണ്ട്. 1979 ഇവലിൻ ഡെനോ എന്ന ഒരു വ്യക്തി പ്രത്യേക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഓരോ വിഭാഗത്തിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷനും അതിൻ്റെ തീവ്രത, അതിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ഡിസബിലിറ്റിയുടെ അളവ്, ഇതൊക്കെ വ്യക്തമാക്കുന്നതാണ്. നോക്കിക്കേ, ഏറ്റവും ടോപ്പിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ്. നമുക്ക് ആദ്യം ഓർഡർ നോക്കാം. ഒന്നാമത് തന്നേക്കുന്നത് റെഗുലർ ക്ലാസ് റൂം ടീച്ചർ കൺസൾട്ടൻറ്റ്, അല്ലേ? നമ്മൾ റെഗുലർ ആയിട്ട് സ്കൂളിൽ പോകുന്നു വരുന്നു അത്തരത്തിലുള്ളത്. 2 ഐറ്റിനറേറ്റഡ് ടീച്ചർ, എന്താണ്? സഞ്ചരിക്കുന്ന അധ്യാപിക. 3 റിസോഴ്സ് റൂം. 4 സ്പെഷ്യൽ ക്ലാസ്. പിന്നെ സ്പെഷ്യൽ സ്കൂൾ, റെസിഡൻഷ്യൽ സ്കൂൾ. ഇതിൽ റെഗുലർ ക്ലാസ് റൂം ടീച്ചർ കൺസൾട്ടൻറ്റിൽ എന്താണ്? മൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുതലായിരിക്കും. അവരുടെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് റെസ്ട്രിക്ഷൻസേ അവർക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. ഐറ്റിനറേറ്റഡ് ടീച്ചർ ആയാലും അങ്ങനെ തന്നെയാണ്. മൈൽഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളായിരിക്കും അതൊക്കെ. പിന്നെ റിസോഴ്സ് റൂം യൂസ് ചെയ്യുമ്പോഴും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളാണ്. അവർക്ക് ചെറിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി സ്പെഷ്യൽ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ആ ഒരു ഡിസബിലിറ്റിയുടെ തോത് കുറച്ചുകൂടെ ഒന്ന് കൂടും. അതുപോലെ അവരുടെ ആ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് അനുയോജ്യമായൊരു ലേണിംഗ് എൻവയോൺമെൻറ്റ് അവിടെ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ താഴോട്ട് വരുന്നതോറും നമ്പർ ഓഫ് ചിൽഡ്രൻ കുറഞ്ഞു വരികയാണെന്ന് ഓർക്കുക. സ്പെഷ്യൽ സ്കൂൾസിലും അങ്ങനെ തന്നെയാണ്. ഇനി റെസിഡൻഷ്യൽ സ്കൂളുകളാവുമ്പോൾ അവരുടെ ആ ഒരു ഡിസബിലിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു തീവ്രത എന്ന് പറയുന്നത് സിവിയർ ആയിരിക്കും. അവർ മോസ്റ്റ് റെസ്ട്രിക്റ്റീവ് സ്റ്റുഡൻസ് ആയിരിക്കും കേട്ടോ. അവർക്ക് വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകളാവുമ്പോൾ അവരുടെ ഡിസബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ് ഇപ്പോൾ പറയേണ്ടത്, ഡിസബിലിറ്റി എന്ന് പറയാൻ പാടില്ല. സോറി. അപ്പോൾ അവരുടെ ആ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കഴിവെന്ന് പറയുന്നത് വളരെ സിവിയർ ആയിരിക്കും, മോസ്റ്റ് റെസ്ട്രിക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഗ്രാഫിക്കൽ ഘടന ആരാണ് മുന്നോട്ട് വെച്ചതെന്ന് ചോദിച്ചാൽ ഇവലിൻ ഡെനോയാണെന്ന് ഓർത്തിരിക്കുക. 1979 ഇവലിൻ ഡെനോ ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു ഹയറാർക്കി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും നോക്കാനുള്ളൂ. എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സവിശേഷ വിദ്യാഭ്യാസം, അതിൻ്റെ ടൈപ്പ് എന്താണ്, അതിൻ്റെ ഗ്രാഫിക്കൽ ഘടന എന്താണ് എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് മുൻപത്തെ ഇൻ്റർവ്യൂ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും കണ്ടുവരിക, അല്ലെങ്കിൽ അവസാനം ഒത്തിരി ക്ലാസ്സുകൾ പെൻഡിങ് ആകും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.